തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലെ ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിൽ പിടിയിലായ 2 പ്രതികളെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കേരള കഫേ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് രണ്ടുപേരും. കേരള കഫേ എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജസ്റ്റിൻ രാജാണ് കൊല്ലപ്പെട്ടത്. പ്രതികളെ സാഹസികമായാണ് പിടികൂടിയത്. വിഴിഞ്ഞം എസ്ഐ ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. വിവരങ്ങൾ രാഹുൽ ജയനാഥ് നൽകും. രാഹുൽ, നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസുകാരുടെ പരിക്കു ഗുരുതരമാണോ? എന്തായാലും പരിക്ക് ഗുരുതരമല്ല എങ്കിലും മദ്യലഹരിയിലായിരുന്നു പ്രതികൾ. പോലീസിനെ കണ്ടപ്പോൾ തന്നെ അക്രമാസക്തരായി അവരെ നേരിടാനാണ് പ്രതികൾ ഒരുങ്ങിയത്. അങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, അവരെ കൈയും കാലും കിട്ടിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് പ്രതികൾ മദ്യലഹരിയിലാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടമൊന്നും ആയിട്ടില്ല. ആകെ പേര് പറഞ്ഞു. ഒപ്പം ജോലി സംബന്ധമായ 2 പേരെയാണ്, ആദ്യം അത് പറയട്ടെ, 2 പേരെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി സ്വദേശി ദിൽകുമാർ, ഒപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അടിമലത്തുറ സ്വദേശി രാജേഷ്. ഇവർ 2 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജോലിക്ക് എത്താത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉടമ ജസ്റ്റിൻ സംസാരിക്കാൻ എത്തുന്നു. അത് തർക്കത്തിലേക്കും പിന്നീട് അടിപിടിയിലേക്കും എത്തിയെന്ന് പ്രതികൾ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. മദ്യലഹരിയിലാണ്, അവൾ വൈദ്യപരിശോധന ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. വിഴിഞ്ഞം പോലീസ് എത്തുമ്പോൾ അത്രമാത്രം അക്രമാസക്തരായി പോലീസിനെ നേരിടാൻ ഒരുങ്ങുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് വിഴിഞ്ഞം എസ്ഐക്ക് ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റത്. അതുമായി ബന്ധപ്പെട്ടൊരു കേസ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം. ഒപ്പം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും നാളെ രാവിലെയാകും ഉണ്ടാകുക. നിലവിൽ ഇപ്പോൾ മർദ്ദനത്തിന്റെ പാടുകളോ അല്ലെങ്കിൽ മുറിവുകളോ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നാണ് CI അറിയിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ അത് മർദ്ദനമോ, അതായത് മർദ്ദനം മൂലം ഉള്ളിലുണ്ടായ മുറിവോ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അങ്ങനെ ആകാനുള്ള സാധ്യതയാണ് പോലീസും ഇപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ മൃതദേഹം കിടക്കുന്ന നിലയിൽ ചോരപ്പാടുകളില്ല, വായിൽ നിന്ന് ചോര പുറത്തേക്ക് വന്ന രീതിയിൽ മാത്രമാണുള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഒപ്പം നാളെ ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടവും നാളെ രാവിലെയാകും ഉണ്ടാകുക. ഹിമ, രാഹുൽ, ഈ ആക്രമണ കാരണം ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീടാണ്. അത് ഉടമ തന്നെയാണ് വാടക വീട് എടുത്ത് നൽകിയിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം 2 പേർ മാത്രമാണ് അവിടെ നിന്ന് ഈ ജസ്റ്റിൻ വന്ന സ്കൂട്ടറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആ സ്കൂട്ടറിനുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇവരിപ്പോൾ മദ്യലഹരിയിൽ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞെങ്കിലും അവിടെയൊന്നും ആ സ്കൂട്ടർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരാണ് കൃത്യം ചെയ്തതെന്ന് കൃത്യമായി പോലീസിന് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ 2 പേർ മാത്രമാണ് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ബാക്കി 7 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ജോലിക്ക് ഇവർ സമയത്ത് പോയില്ല, പല ദിവസങ്ങളായി അങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ചോദ്യം ചെയ്യാനായി, അതെന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി, അതിന്മേലൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഉടമ ഇത്തരത്തിൽ സുഹൃത്തിൻ്റെ സ്കൂട്ടറും എടുത്തു പോകുന്നത്. ആ തർക്കം അത് വഷളായി പിന്നീട് അടിപിടിയിലേക്ക് കലാശിച്ചു എന്ന് പ്രതികൾ തന്നെ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ആ മർദ്ദനത്തിലാകാം ഒരുപക്ഷെ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. ഈ ഉടമ മരിച്ചു എന്ന ബോധ്യത്തിലാണ് ഇവർ രക്ഷപ്പെട്ടതെന്നൊന്നും ഇവർ പറയുന്നില്ല. ഇവർ അടിപിടി ഉണ്ടായെന്ന ഘട്ടം വരെ മാത്രമാണ് പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് പ്രതിസന്ധിയാകുന്നത് മദ്യലഹരിയിലാണ് ഈ പ്രതികൾ എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവരെ സാഹസികമായി കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റസമ്മതത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ അടിപിടി ഉണ്ടായി എന്ന് പറയുന്നത് ഒരുപക്ഷെ അതുതന്നെയാകും ഈ കൊലപാതകത്തിലേക്ക് മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങളാണ് പോലീസും പറയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടി നാളെ പൂർത്തിയാകും. ഒപ്പം പോസ്റ്റ്മോർട്ടവും ഉണ്ടാകും. അതിനുശേഷമാകും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയുണ്ടാകുക. ഹിമ.